അതെ, ഇപ്പൊ അവിടെ ആ ഭാഗത്ത് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ തുരങ്കപാത അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തുരങ്കപാതയിൽ മണ്ണ് ഒലിച്ചു വന്നതായിട്ടാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ പ്രദേശത്ത് നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം ലഭിക്കുന്നുണ്ട്. ആരെങ്കിലും അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടോ? ഒരാളങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 5 ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഞാൻ അവിടെ സ്ഥലത്തില്ല, ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് വന്നതാണ്. അപ്പൊ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവാണ് എനിക്ക് അറിയുള്ളൂ. ശരി, നിലവിൽ ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അപാകത സംഭവിച്ചതാണോ ഇത്തരത്തിൽ മണ്ണിടിച്ചിലിന് അതെ കാരണമായിട്ടുള്ളത്? അതെ 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 അവിടെ കൂട്ടിയിട്ട മണ്ണാണ് ഇടിഞ്ഞു വന്നിട്ടുള്ളത്. ശരി, അതായത് സ്വാഭാവികമായിട്ടുള്ള മലനിരയല്ല, കൂട്ടിയിട്ട മണ്ണാണ് നിലവിൽ ഇടിഞ്ഞ് താഴേക്ക് കൂട്ടിയിട്ട മണ്ണാണ്. അതെ 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 അതെ. ഓക്കെ. നിലവിൽ മന്ത്രിതലത്തിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റ് സഹായങ്ങളും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും സംഘടനകളും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.